വ്ളോഗാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഡേ ബിഫോർ സർജറിയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എടുക്കുന്ന ക്ലിപ്പൊക്കെ ബിഫോർ സർജറി ഞാൻ എടുത്ത് വെച്ചതേനു. ബിക്കോസ് ഒരു 2 month കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം വരാണ്. സോ അതിലേക്കുള്ള ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലൈഫിലൊന്ന് പോയി നോക്കിയതൊക്കെ ആയിരുന്നു. സോ അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും എടുത്തിട്ടില്ല, എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാമെന്നുള്ള അഭിപ്രായത്തിന് വേണ്ടിയിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ രുചിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സർജറിൻ്റെ 1 week മുന്നേ നമുക്ക് മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മണിക്കൂർ വെച്ചിട്ട് 3 മണിക്കൂർ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒറ്റിക്കാനുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൂടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ മാറ്റി ഒരുങ്ങി മരുന്നൊക്കെ ഒറ്റിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഒറ്റയ്ക്ക് മരുന്ന് ഒറ്റിക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ലേ ഒറ്റിക്കാനെന്ന്, ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ കംഫർട്ടബിൾ മാറ്റേഴ്സ് അല്ല. അങ്ങനെ പിന്നെ ഞാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ 500 രൂപയാണ് ബില്ലൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സർജറീൻ്റെ ഡേ അന്നാണ്. അന്നപ്പം പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും എല്ലാം മാറ്റി ഒരുങ്ങിയൊക്കെ പോകണമല്ലോ. സോ എനിക്ക് ഏറ്റവും മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെയർ ചെയ്ത് പോകുമ്പോഴൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം കുറേ കാലങ്ങൾക്ക് ആയിട്ടുള്ള വെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെക്സ് നമ്മൾ റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂഷ്വലി ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ ഒന്നും ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാത്തതാണ്. ബാക്കിയുള്ള ഒക്കേഷൻസിൽ ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല ആ സാധനം. അങ്ങനെ നേരത്തെ രാവിലെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 7 മണി 7:30 ആ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു 8:30 ആകുമ്പോഴത്തേനും എത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലേറ്റായി പോകുന്നത് എനിക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പോയി. അവിടെ എനിക്ക് പോയപ്പോൾ തീരെ ഒരു കാര്യം പറ്റാത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു സെക്യൂരിറ്റി മെനു ഒരാളെ മാത്രമേ അകത്തേക്ക് പറഞ്ഞേക്കുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള അങ്ങനെ. പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. സർജറിക്കൊക്കെ കൂടെ വരുമ്പോൾ 1-2 ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ പോയാലും സീരിയസ്ലി വെച്ചാൽ ഒരു വെയിറ്റിംഗ്, കുറേ സമയം വെയിറ്റ് ചെയ്യണം ഒരു കാര്യം തീരുമാനമാണെങ്കിൽ. ഫുഡൊക്കെ കഴിച്ചു, രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോഴൊന്നും എനിക്ക് ആ സമയത്തൊക്കെ ഐ വാസ് വെരി കൂൾ. എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോയി വരുമ്പോൾ തന്നെ വേർത്ത് ഒളിച്ച്. പിന്നെ അന്ന് കുറേ ടെസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റും കാര്യം എല്ലാം കഴിഞ്ഞ് ഒരാളിൽ നിന്ന് കുറച്ച് മരുന്നും കാര്യമൊക്കെ തന്ന് അതും മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണ്ടും 3rd ഫ്ലോറിലേക്ക് പോകണം, 3rd ഫ്ലോറിൽ നിന്ന് വീണ്ടും 3rd ഫ്ലോറിലേക്ക് പോകണം. കുറേ ഓട്ടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. ഒരു യൂണിഫോം തന്ന് ഈ യൂണിഫോം മാറ്റിയതിന് ശേഷമാണ് പിന്നെ എനിക്ക് അതുണ്ടായ ഓപ്പറേഷൻ സർജറിക്ക് പോവുകയാണല്ലോ എന്നുള്ള സാധനം കേട്ടത്. പിന്നെ അങ്ങോട്ട് ഫുൾ ടെൻഷനേനു. പിന്നെ ഓൾമോസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ കാര്യമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഉള്ളത്തതും എടുക്കാൻ പറ്റിയിട്ടില്ല. പെർമിഷൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ മാറ്റിയിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ. അങ്ങനെ ഫൈനലി ഐ ആം ഡൺ വിത്ത് ദാറ്റ് സർജറി. ഇതിനെ പറ്റിയിട്ട് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. സോ ഇഫ് യു വോണ്ട് ഡു എ വീഡിയോ ഓഫ് ദാറ്റ് നിങ്ങൾക്ക് കമൻറ്റ് ആക്കുക. ആൻഡ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം കാണുന്ന സ്പെക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കുട്ടി സർജറി വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ക്ലിപ്സ് അധികമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.